വാഗനർ VXI സെക്കൻഡ് ഓണർ. വർഷം 2014. മൊബിലിയോ 2014 മോഡല്. അതിൻ്റെ വേരിയൻ്റ് S ആണ്. കിലോമീറ്റർ 85,000. ഇന്നോവ G4 തേർഡ് ഓണർ 2014 മോഡല്. അമീസ് VX ആണ് വേരിയൻ്റ്. 2021 മോഡല്. സിംഗിൾ ഓണർ 43,000 കിലോമീറ്റർ. പോളോ ട്രെൻഡ് ലൈൻ 2015 മോഡല്. 130 കിലോമീറ്റർ പോയിട്ടുണ്ട്. ഡീസലാണ്. ഹായ് ഫ്രണ്ട്സ്, അനൂപാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ആറ്റിങ്ങൽ, തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ ചാത്തമ്പാറ എന്ന് പറയുന്ന ഭാഗത്തായിട്ടാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. ലക്ഷറി റൈഡ് യൂസ്ഡ് കാർസ് എന്ന് പറയുന്ന ഷോപ്പിലാണ് വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി കാറുകൾ എപ്പോൾ വന്നാലും ഉണ്ടാകുന്ന, എന്നാൽ ഒരുപാട് വണ്ടികൾ കൊണ്ടുവന്നിട്ട് അങ്ങ് നിറച്ചിടാത്ത ഒരു 15 വണ്ടിക്കകത്ത് കാണാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാവുന്നതും എടുക്കാൻ കൊള്ളാവുന്നതുമായ നല്ല വണ്ടികൾ കിടക്കുന്ന ഒരു ഷോപ്പാണ്. ഏറെക്കുറെ സിംഗിൾ ഓണർ വണ്ടികളായിരിക്കും. ഒരുപാട് ഓടി തെളിഞ്ഞ വലിയ വണ്ടികളൊന്നും സ്ഥിരം ഞാൻ കാണാറില്ല. ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. കഴിഞ്ഞ വീഡിയോ വരെ ഉള്ള വെച്ചിട്ടാണ് പറയുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടിയാണ്, വിശ്വസിച്ച് നിങ്ങൾക്ക് എടുക്കാം. എന്നാൽ പോലും യൂസ്ഡ് വണ്ടിയാണ്. മെക്കാനിക്കിനെ കൊണ്ടുവന്ന് എടുത്താൽ കുറേ കൂടി നല്ല വണ്ടികൾ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. നല്ല നല്ല വണ്ടികളാണ് കിടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ പെടുന്ന ആൾക്കാർക്ക് എടുക്കാൻ താല്പര്യപ്പെടുന്ന ടൈപ്പ് വണ്ടികൾ കിടക്കുന്ന വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഉതകുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. ഇവിടുത്തെ വണ്ടികളുടെ വിശേഷങ്ങളായിട്ടാണ് ഇന്നത്തെ നമ്മളെ വിശേഷം പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വരാം. ഇത് എക്സൻ്റെ SX ആണ് വേരിയൻ്റ്. സിംഗിൾ ഓണർ. 1,00,000 കിലോമീറ്റർ പോയിട്ടുണ്ട്. മേജർ സർവീസ് കഴിഞ്ഞു. കമ്പനി സർവീസ് വണ്ടിയാണ്. റീപ്ലേസോ ആക്സിഡൻറ്റോ ഒന്നുമില്ല. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്നത് ടോപ്പ് വേരിയൻ്റ് ആണോ? ടോപ്പാണ്. പുഷ് സ്റ്റാർട്ട് ബട്ടണൊക്കെ വരുന്ന മോഡലാണ്. ഡീസലാണ്. ഡീസൽ. അപ്പം ടൈമിംഗ് ചെയിനൊക്കെ എങ്ങനെ മാറിയിട്ടുണ്ടോ? 1,00,000 കിലോമീറ്റർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ. KC ഇവൻ്റൊക്കെ വരുന്നുണ്ട്. നല്ല സീറ്റ് കവേഴ്സാണ് നടക്കുന്നത്. വണ്ടി കാണാനൊക്കെ വൃത്തിയായിട്ടിരിപ്പുണ്ട്. നല്ലൊരു അലോയ് വീൽസ് ഉണ്ട്. അത്യാവശ്യം നല്ല ടയറും കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ലല്ലോ? റീപ്ലേസ് ഒന്നുമില്ലല്ലോ? ഇല്ല. എത്ര ചോദിക്കുന്നത് എത്ര? 225. അതിലെന്തെങ്കിലുമൊക്കെ കുറയുമോ? മാക്സിമം കുറഞ്ഞ റേറ്റാണ് ഇട്ടേക്കുന്നത്. ഇവിടെ ഒരു ചെറിയ ചണക്കുണ്ട്, സ്മോൾ ചണക്ക്. വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ കാണുന്നുണ്ട്. വാഗനർ VXI സെക്കൻഡ് ഓണർ. ഓണർഷിപ്പ് വർഷം ഏതാ? വർഷം 2014. 67,000 കിലോമീറ്റർ. ടയർ അങ്ങ് ഒരുപാടുണ്ടെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഉണ്ട്. റീപ്ലേസോ ആക്സിഡൻ്റ് ഒന്നുമില്ല. നല്ലൊരു ആൻഡ്രോയിഡ് സിസ്റ്റം വെച്ചിട്ടുണ്ട്. ആ രീതി വണ്ടിക്കകമൊക്കെ കാണാനൊക്കെ നീറ്റായിട്ട് ഇരിപ്പുണ്ട്. നല്ല ഫീച്ചറൊക്കെ ചെയ്ത് വണ്ടി കാണാനൊക്കെ നല്ല മെനയായിട്ടല്ലേ ഇരിപ്പുണ്ട്. ഡോർ പാഡൊക്കെ നോക്കിയാലൊക്കെ നീറ്റാണ്. അതൊന്നും കുഴപ്പമില്ല. കിലോമീറ്ററൊക്കെ ജെന്യൂൻ കിലോമീറ്ററാണ്. ബാക്ക് സൈഡൊക്കെ കൊള്ളാം. ബാക്ക് ടയർ ഒരു ആവറേജ് കണ്ടീഷൻ എന്നൊക്കെ പറയാവുന്ന ടയേഴ്സേ ഉള്ളൂ ഈ വണ്ടിക്ക്. എത്ര ചോദ്യം? 255. ലോൺ സൗകര്യമൊക്കെ ഉണ്ട്. ചേച്ചി, ഇതൊരു 50 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുമോ? 50,000 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുമോ? ഇറക്കാൻ പറ്റും. വാഗനർ ZXI പ്ലസ് 2024 മോഡല്. സിംഗിൾ ഓണർ. 32,000 കിലോമീറ്റർ. കിലോമീറ്റർ ജെന്യൂൻ ആണോ? ജെന്യൂൻ കിലോമീറ്റർ. കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഫസ്റ്റ് ടയർ ആയിരിക്കും അപ്പോൾ അല്ലേ? അതെ. ഇത് ബ്ലാക്ക് അടിച്ചൊന്നുമല്ലല്ലോ? അല്ലല്ല, ഡുവൽ ടോൺ ആണല്ലേ? ഓക്കെ. വണ്ടിക്കകം ഒരു ചെറിയ ആൻഡ്രോയിഡൊക്കെ വെച്ചിട്ടുണ്ട്. മാനുവലാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസൊക്കെ വരുന്ന മോഡൽ തന്നെയാണ്. നല്ല സീറ്റ് കവറൊക്കെ ചെയ്ത് വണ്ടി നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. നല്ല നീറ്റാണ് വണ്ടി കാണാനൊക്കെ. ഡോർ പാഡൊക്കെ നോക്കിയാലൊക്കെ നീറ്റായിട്ടിരിപ്പുണ്ട്. ആക്സിഡൻറ്റ് കേസ്, റീപ്ലേസ്മെൻറ്റ് എന്തെങ്കിലും ഒന്നുമില്ല. പെട്രോൾ. ടയേഴ്സ് ഫസ്റ്റ് ടയറാണ് കിടക്കുന്നത്. കുറച്ചുകൂടെയൊക്കെ ആകുമ്പോൾ മാറേണ്ടി വരും. എത്ര ചോദ്യം? എത്ര? 535. ഫുൾ ഫണ്ട് ഫിനാൻസ് കയറും. അപ്പം 100% ലോൺ കിട്ടുന്ന വണ്ടിയാണ്. നല്ലൊരു സിവിലൊക്കെ ഉള്ള ഒരാൾക്കാണെങ്കിൽ എടുക്കാം. അമീസ് VX ആണ് വേരിയൻറ്റ്.
2021 മോഡൽ, സിംഗിൾ ഓണർ, 43,000 കിലോമീറ്റർ. 43. ജെന്യൂൻ കിലോമീറ്റർ ആണ്. റീപ്ലേസോ ആക്സിഡൻറ്റോ ഇല്ല. കമ്പനി സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഫസ്റ്റ് ടയർ തന്നെയാണ്, ടയർ മാറിയിട്ടില്ല. സ്റ്റിയറിംഗ് കൺട്രോൾസൊക്കെ വരുന്ന മോഡലാണ്. ചെറിയൊരു ആൻഡ്രോയിഡൊക്കെ ഇരിപ്പുണ്ട്. നല്ല സീറ്റ് കവേഴ്സൊക്കെ ചെയ്ത് വൃത്തിയായിട്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഇതിന് മൈലേജ് എന്തോ കാണും? മൈലേജ് 19. പെട്രോൾ അല്ലേ? പെട്രോള് 19 കിട്ടും. ഓക്കെ, അറിയില്ല. 19 കിട്ടുമെന്നാണ് പറയുന്നത്. വണ്ടി കാണാനൊക്കെ നല്ല നീറ്റാണ്. ടയേഴ്സ് മാറേണ്ടി വരും. നല്ലൊരു അലോയ് വീൽസ് കിടപ്പുണ്ട്. ഓവറോൾ ആ രീതിയിൽ നോക്കിയാൽ വണ്ടി കാണാനൊക്കെ നീറ്റായിട്ടിരിപ്പുണ്ട്. എത്ര ചോദ്യം? 6,80. 6,80,000 രൂപയാണ് ചോദ്യം. വണ്ടി കൊള്ളാം, നല്ല നീറ്റായിട്ടിരിപ്പുണ്ട്. എത്തിയോസ് 2011 മോഡൽ, തേർഡ് ഓണറാണ്, 62,000 കിലോമീറ്റർ. ഇനി റീപ്ലേസും ആക്സിഡൻ്റ് ഒന്നുമില്ല. ഓണർഷിപ്പ് എത്ര? തേർഡ് ആണ്. ഓക്കെ, പെട്രോൾ അല്ലേ? പെട്രോളാണ്. മൈലേജ് ഒരു കണക്കിന് പറഞ്ഞാൽ എത്ര പറയാൻ പറ്റും? ഒരു 15 മൈലേജ് ആണോ? ഉണ്ട്. ഓക്കെ, ഡോർ പാഡൊക്കെ വൃത്തിയായിട്ടിരിപ്പുണ്ട്. ഇവിടെ ഉപയോഗിച്ച് പഴകിയതിൻ്റെ ചെറിയ അഴുക്ക്, അല്ലാതെ വേറെ ഒന്നുമില്ല. ബാക്ക് സൈഡ് വയ്ക്കാനൊക്കെ സീറ്റൊക്കെ നീറ്റായിട്ടിരിപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. അത്യാവശ്യം നല്ലൊരു അലോയ് വീലും നല്ല ടയേഴ്സാണ് കിടക്കുന്നത്. കുഴപ്പമില്ല. എത്ര ചോദ്യം? 2,85. ഇതിൻ്റെ ഈ കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ കിലോമീറ്റർ. വണ്ടി കാണാനൊക്കെ നീറ്റായിട്ടിരിപ്പുണ്ട്. വേറെ അപാകതകളൊന്നും കാണുന്നില്ല. ആക്സിഡൻറ്റ് കേസ്, റീപ്ലേസ്മെൻറ്റ്സ് ഒന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. ബോഡിയും കൊള്ളാം, കളർ ഫെയ്ഡൊന്നും വന്നിട്ടുമില്ല. സ്വിഫ്റ്റ് VDI, സെക്കൻഡ് ഓണർ, 2013 മോഡൽ, 1,00,000 കിലോമീറ്റർ പോയത്. റീപ്ലേസോ ആക്സിഡൻറ്റോ ഇല്ല. ഓണർഷിപ്പ് എത്ര? സെക്കൻഡ്. വണ്ടിക്കകമൊക്കെ നീറ്റാണ്, അതൊന്നും കുഴപ്പമില്ല. റീപ്ലേസ്മെൻറ്റ്സ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഓരോ വണ്ടി കാണാനൊക്കെ കൊള്ളാം. എത്ര ചോദ്യം? 3,40. എത്ര രൂപ നമുക്കിത് ഇറക്കാൻ പറ്റും? 40 ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും. 40,000 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. അപ്പോൾ ഒരു 3 ലക്ഷം രൂപ ലോൺ. കൊള്ളാം, വണ്ടി കൊള്ളാം. വണ്ടി നീറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ടയേഴ്സും ഒക്കെ അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. മോശമില്ലാത്ത ടയറുണ്ട്. മോശമില്ലാന്നല്ല, ഒരു 70% ടയേഴ്സ് കിടപ്പുണ്ട്. ആ രീതിയിൽ ടയർ ഉടനെ ഒന്നും മാറേണ്ടി വരില്ല. എല്ലാം നോക്കിയാൽ വണ്ടി കാണാനൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ കിടപ്പുണ്ട്. വൃത്തിയുള്ളൊരു വണ്ടി. മൊബിലിയോ 2014 മോഡൽ, എൻ്റെ വേരിയൻ്റ് S ആണ്. കിലോമീറ്റർ 85,000. റീപ്ലേസോ ആക്സിഡൻറ്റോ ഇല്ല. ജെന്യൂൻ കിലോമീറ്റർ ആണ്. റീപ്ലേസോ ആക്സിഡൻറ്റോ ഒന്നും ഇല്ല എന്ന് പറയുന്നത് സത്യം തന്നെയാണേ? ആണല്ലോ. ഓക്കെ, ഒന്ന് കൺഫേം ആക്കിയെന്ന് കേട്ടു. നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടെ വിചാരിച്ച്. അതെ, ജെന്യൂനായിട്ടാ സംസാരിക്കുന്ന. നല്ലൊരു ആൻഡ്രോയിഡൊക്കെ വെച്ചിട്ടുണ്ട്. വണ്ടി കാണാനൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അതിൽ കുഴപ്പമൊന്നുമില്ല. ബാക്ക് സൈഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നീറ്റാണ്. സീറ്റ് കവേഴ്സ് പ്രത്യേകം ചെയ്തില്ല, കമ്പനിയിൽ വന്നപ്പോൾ ഉള്ള പോലെ തന്നെ കിടക്കുകയാണ്. പക്ഷേ നല്ല നീറ്റായിട്ട് കൊണ്ട് കീഴ് പറഞ്ഞു തന്നിരിക്കുകയില്ല. നല്ല ക്വാളിറ്റി തന്നെ ഇരിപ്പുണ്ട്. അതുപോലെ ടോപ്പൊക്കെ നല്ല നീറ്റാണ്, അഴുക്കൊന്നുമില്ല. ടയേഴ്സൊക്കെ നോക്കുകയാണെങ്കിലൊക്കെ അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. എത്ര ചോദ്യം? 4. ലാസ്റ്റ് പ്രൈസാണോ? 4 ലക്ഷം ലാസ്റ്റ് പ്രൈസാണ്. വണ്ടി ഓരോ കാണാൻ കൊള്ളാം കേട്ടോ. വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. നീറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. പോളോ ട്രെൻഡ് ലൈൻ ഓപ്ഷനാണ്. സെക്കൻഡ് ഓണറാണ്. 2018 മോഡലാണ്. 94,000 കിലോമീറ്റർ പോയിട്ടുണ്ട്. 94? അതെ. റീപ്ലേസോ ആക്സിഡൻ്റ് ഒന്നുമില്ല. പെട്രോളോ ഡീസൽ? പെട്രോൾ. ഒരു ആൻഡ്രോയിഡൊക്കെ നല്ല രീതിയിൽ, അതിനും ഇച്ചിരി നല്ല വലിപ്പമുള്ള ആൻഡ്രോയിഡൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല സീറ്റ് കവേഴ്സാണ് ചെയ്തേക്കുന്നത്. മാനുവൽ അല്ലേ? മാനുവൽ. ഈ വണ്ടിക്കകമൊക്കെ കൊള്ളാം. ഡോർ പാഡ് നോക്കുകയാണെങ്കിലൊക്കെ നീറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. എത്ര ചോദിക്കുന്നത്? 4,35. ബാക്ക് സൈഡൊക്കെ കൊള്ളാം. നല്ല ടയേഴ്സാണ് കിടക്കുന്നത്. ടയേഴ്സ് മോശമല്ല. റീപ്ലേസ്മെൻറ്റ്സ് ഒന്നും ഇല്ലല്ലോ? ഇല്ല.
വീണ്ടും ഒന്നുകൂടി ചോദിച്ചു എന്നേ ഉള്ളൂ ഒരു ഉറപ്പിന്. റെഡ് കളർ കൊള്ളാം, കളർ ഫെയ്ഡ് വന്നിട്ടില്ല, എല്ലായിടും ഒരേ കളർ തന്നെയാണ് നിൽക്കുന്നത്. ആ രീതിയിലെല്ലാം വണ്ടി കാണാനൊക്കെ നീറ്റായിട്ടിരിപ്പുണ്ട്. പോളോ ട്രെൻഡ് ലൈൻ 2015 മോഡല്, 130 കിലോമീറ്റർ പോയിട്ടുണ്ട്. ഡീസലാണ്. അപ്പം ടൈമിംഗ് ചെയ്യാനൊക്കെയോ? അതൊക്കെ ചെയ്തിട്ടുണ്ട്, കറക്റ്റാ, ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതെ അതെ. ഈ വണ്ടിയിലും ഒരു ആൻഡ്രോയിഡൊക്കെ ഉണ്ട് കേട്ടോ. വണ്ടിക്കകമൊക്കെ നീറ്റാണ്, മാനുവലാണ്, അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട് വണ്ടി. അതേപോലെ ഈ വണ്ടിക്ക് ഒരു പ്രത്യേകമുണ്ട്, ഇവിടെ ടോപ്പ് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓപ്പണൊക്കെ ആവുമല്ലോ? അതെ അതെ. അവസാനം പടമാണെന്ന് പറയുന്നത്. ഇല്ല. ഓക്കെ, അത് വർക്ക് ചെയ്യുന്നതാണ് പറയുന്നത്. ബാക്ക് സൈഡും ഒക്കെ ഓക്കെ, വൃത്തിയുണ്ട്, കുഴപ്പമില്ല. വണ്ടി ഓവറോൾ വൃത്തിയുണ്ട്, വൃത്തിയിൽ വേറെ കുഴപ്പമൊന്നുമില്ല. കളർ ഇതാണ്, റെഡ് അല്ല. അതേപോലെ മുകളിൽ ഈ ബ്ലാക്ക് അടിച്ചതായിരിക്കും അല്ലേ, അഡീഷണൽ ചെയ്താവാനാണ് സാധ്യത. ഡുവൽ ടോണിലാണ് വണ്ടി ഇപ്പം നിൽക്കുന്നത്. എത്ര ചോദ്യം? എത്ര? 3 ലക്ഷം. 3 ലക്ഷമാണ് ചോദ്യം. ഡീസൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം മൈലേജ് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വണ്ടി വൃത്തിയുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. ബോഡി ബേസ്ഡ് ഒന്നും കാണുന്നില്ല. ഇവിടെ ചെറിയൊരു പൊട്ടലുണ്ട്, ചെറുത്. പിന്നെ ആകെ ഞാൻ കണ്ടതെന്ന് പറയാൻ ഈ വണ്ടിയിലുള്ളൊരു ചെറിയ പോരായ്മ എന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ടിൽ വരുമ്പം കണ്ട ഇവിടുത്തെ ക്ലിപ്പ് വിട്ടുപോയി. ഇതൊരു കസ്റ്റമർ പാർക്ക് ആൻഡ് സൈഡിൽ ഇട്ടേക്കുന്ന വണ്ടിയാണ്. അതേപോലെ ഇവിടെ ഒരു ചെറിയ പൊട്ടലുണ്ട് ബമ്പറിൻ്റെ, അല്ലാതെ വേറെ ഒന്നും ഞാൻ കണ്ടില്ല. വണ്ടി വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. 3 ലക്ഷം രൂപയാണ് ചോദ്യം. ഇത് സിംഗിൾ ഓണർ, 2016 മോഡല്, 56,000 കിലോമീറ്റർ. 56 ജെനുവിൻ കിലോമീറ്റർ ആണേ? ജെനുവിൻ കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ ആണ്, മാനുവലാണ്. ചെറിയ ടച്ച് സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ട്. സീറ്റ് കവറൊക്കെ ചെയ്ത് വണ്ടി വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ആ രീതിയിൽ വണ്ടി നീറ്റാണ്. ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്, ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. അതുപോലെ ടയേഴ്സ് അത്യാവശ്യം നല്ല പുത്തൻ ടയറാണെന്ന് തോന്നുന്നു. ആ രീതിയിൽ നല്ല പുതിയ ടയേഴ്സാണ് കിടക്കുന്നത്. ഫ്രണ്ട് ടയർ കുറച്ചുകൂടി ഓടിയിട്ടുണ്ട്, ബാക്ക് പക്ഷേ ടയർ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല ടയറാണ് ബാക്കിൽ കിടക്കണത്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ചെയ്യണം. ഫ്രണ്ട് ഗ്ലാസ് മാത്രം, ബോണറ്റ് ബമ്പർ അങ്ങനെ ഇല്ല, ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്. എത്ര ചോദ്യം? 140. 140. ഇയോൺ ഇറ 2014 മോഡല്, 57,000 കിലോമീറ്റർ. എന്ത് ഓടിയിട്ടുണ്ട്? 57. 57. ടയേഴ്സ് കൊള്ളാം, കുഴപ്പമില്ല, പുതിയ ടയറാണെന്ന് തോന്നുന്നു. വണ്ടിക്കാകും ഒക്കെ നീറ്റാണ്, അതൊന്നും കുഴപ്പമില്ല. സീറ്റ് കവർ ഡ്രൈവിംഗ് സൈഡ് ചെറുതായിട്ടൊന്ന് കയറിയിരിപ്പുണ്ട്, അല്ലാത്ത വർഷം വണ്ടി കാണാനൊക്കെ നീറ്റാണ്, അതൊന്നും കുഴപ്പമില്ല. എത്ര ചോദിക്കുന്നത്? 160. 160. ബാക്ക് സൈഡൊക്കെ കൊള്ളാം. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. റീപ്ലേസ് ഒന്നുമില്ല, വണ്ടി കൊള്ളാം, വൃത്തിയായിട്ടിരിക്കുന്നു. ഇന്നോവ G4 തേർഡ് ഓണർ, 2014 മോഡല്, 250 കിലോമീറ്റർ. 250. ഇന്നോവ ആയതുകൊണ്ട് അതൊരു കിലോമീറ്റർ അല്ല, ടൊയോട്ടയുടെ വണ്ടിയല്ലേ, ആ ഗുണം എന്തായാലും കാണിക്കും. ടച്ച് സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ട്, വണ്ടി കാണാനൊക്കെ കൊള്ളാം. ഈ സീറ്റ് അവർ വർക്ക് ചെയ്ത് കൊടുക്കുമോ? ഈ ഡ്രൈവിംഗ് സൈഡ് വൃത്തിയേടായിരിക്കും, അത് മാറി കൊടുക്കുമോ? ക്ലിയർ ചെയ്ത് കൊടുക്കുമോ? സമയത്ത് കസ്റ്റമർ ക്ലിയർ ചെയ്യണം. നല്ല വിലക്ക് എടുക്കുന്ന വണ്ടിയാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു സീറ്റ് അവർ ചെറിയ വൃത്തിയാക്കാം. ബാക്കൊക്കെ നല്ല വൃത്തിയാണ്, ഏറ്റവും ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ നല്ല നീറ്റായിട്ടിരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ടോപ്പൊക്കെ നല്ല നീറ്റാണ്, അഴുക്കൊന്നുമില്ല, വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്, നല്ല വ്യക്തത്തിൽ തന്നെ ഇരിക്കുകയാണ്, അതൊന്നും കുഴപ്പമില്ല. എത്ര ചോദ്യം? 740. 740. ഇത് ഒറിജിനൽ കേരളയാണോ? ഇത് കേരളയാണ്. ആണോ? റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ് ഒന്നുമില്ല. കൊള്ളാം, വണ്ടിയുടെ ടയേഴ്സൊക്കെ അത്യാവശ്യം കൊള്ളാം. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ നീറ്റായിട്ടിരിപ്പുണ്ട്. കാരണം ഇവിടെ ചെറിയ എന്താ കടിച്ച് കീറിയ പോലെ ഇരിക്കുന്നു, അത്രയേ ഉള്ളൂ, അല്ല വേറൊന്നുമില്ല. വേറെ അപാകതകളൊന്നും കാണുന്നില്ല, വണ്ടി നല്ല നീറ്റായിട്ടിരിപ്പുണ്ട്. ഓഡി AX മെട്രിക്സ്, സെക്കൻഡ് ഓണർ, 2016 മോഡല്, കിലോമീറ്റർ 1 ലക്ഷം. 1 ലക്ഷം. കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ടയേഴ്സ് കൊള്ളാം, പിന്നെ ലക്ഷറി വണ്ടിയാണ്, അതിനകത്ത് വേറെ ഒന്നും പറയാനില്ല. വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയിരിപ്പുണ്ട്, ഓട്ടോമാറ്റിക്കാണ്.
അല്ലാതെ ഇപ്പോൾ വേറെ എന്ത് പറയാനോ, അതിനകത്ത് വേറെ ഒന്നും പറയില്ല. വണ്ടി കൊള്ളാം, വേറെ അപാകതകളൊന്നും കാണുന്നില്ല, എല്ലാം വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. എത്ര ചോദിക്കുന്നത്? 17. ഓക്കെ. സൺറൂഫ് ഒക്കെ ഉള്ള മോഡലാണ്, ബ്ലാക്ക് കളർ. ഇതിന് മൈലേജ് ചോദിച്ചിട്ട് കാര്യമില്ല, കാരണം ഇതെടുക്കുന്നവൻ എന്തായാലും മൈലേജ് നോക്കി എടുക്കുന്നവനല്ലല്ലോ. എത്ര ചോദ്യം? 17. അതെ. എത്ര രൂപ നമുക്കിത് ഇറക്കാൻ പറ്റും? ഒരു 3 lakhs ഡൗൺ പേയ്മെന്റ് ചെയ്താൽ നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ, ഗുഡ് പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ മാക്സിമം ഫണ്ട് കയറും. ഇത് കുറച്ച് കേരള തന്നെയാണ്. അതെ. ഇന്നോവ ക്രിസ്റ്റ ബി ഓപ്ഷൻ, സെക്കൻഡ് ഓണർ, 2017 മോഡൽ, 96,000 കിലോമീറ്റർ. ഫ്രീ ആണ്. പുത്തൻ ടയേഴ്സാണ് കിടക്കുന്നത്. വണ്ടിക്കാകെ നല്ല നീറ്റായിട്ട് കിടപ്പുണ്ട്. വണ്ടിയൊക്കെയാണ്, എന്നാലും വണ്ടിക്കാകെ നല്ല നീറ്റാണ്, അതൊന്നും കുഴപ്പമില്ല. ആക്സിഡൻറ്റ് കേസ്, റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല. ഓക്കെ, വണ്ടി കണ്ട നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്, ഒരു കുഴപ്പമില്ല. ഡീസൻറ്റ് വണ്ടി. എത്ര ചോദ്യം? 1550. ടോപ്പൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്, ഒന്നും കുഴപ്പമില്ല. ഇതും ഒരു 3 ലക്ഷം കൊണ്ട് ഇറക്കാവും. ടയേഴ്സ്, ബാക്ക് ടയറും ഒക്കെ പുതിയ ടയർ, എല്ലാ ടയറെല്ലാം മാറിയിട്ടേക്കോ അല്ലേ? വേറെ അപാകതകളൊന്നും കാണുന്നില്ല, വണ്ടി നീറ്റാണ്, ക്വാളിറ്റി വണ്ടി. ഫോർച്യൂണർ 2015 മോഡൽ, സെക്കൻഡ് ഓണർ, 1.13 പോയിട്ടുണ്ട്. 1.13. കോന്തൻ ടയർ, നല്ല ക്വാളിറ്റി ടയറുണ്ട്. ടയറിൽ മാറ്റമൊന്നും വേണ്ട. വണ്ടിക്കാകും ഒക്കെ റീ ആണ്. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. വേറെ എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ? ഇല്ല. ബോണറ്റോ ബമ്പറോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല. ഗ്ലാസ് മാത്രം. അതെ. വണ്ടിയുടെ ബാക്ക് സൈഡ് നോക്കിയാണെങ്കിൽ കൊള്ളാം, നല്ല നീറ്റാണ്. സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ അകം ഇരുട്ടാണ്, അത് കാണിച്ചു തരാൻ പറ്റത്തില്ല. ടോപ്പൊക്കെ നീറ്റാണ്, അതൊന്നും കുഴപ്പമില്ല. ടയേഴ്സ്, നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. ചെറിയ അഴുക്ക്, വൈറ്റ് കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് അത് അറിയാം. പിന്നെ ഇവിടെ ചെറിയൊരു പൊട്ടൽ പോലെ ഒരു ഇത് വന്നിട്ടുണ്ട്, അല്ലാതെ വേറെ ഒന്നും കണ്ടില്ല. ഓരോ വണ്ടിക്കല്ല, അത് അവിടുത്തെ പെയിന്റ് ചെറുതായിട്ട് പോയതാണ്. ഓക്കെ, എത്ര ചോദ്യം? എത്രയാ? 1350. ആൾട്ടോ 2007 മോഡൽ, തേർഡ് ഓണർ. എന്ത് ഓടിയിട്ടുണ്ട്? 86,000 കിലോമീറ്റർ. ജെനുവിനാണോ? ജെനുവിനാണ്. ഇതൊരു എക്സ്ചേഞ്ചിന് കിട്ടിയതാണ്. ഇവിടെ നിന്ന് ഡിസൈർ എടുത്തിട്ട് അവരുടെ നിന്ന് എടുത്ത വണ്ടിയാണ്. ടയേഴ്സ് ശോകമാണ്, ടയേഴ്സ് മാറി കൊടുക്കേണ്ടി വരും. മാറി കൊടുക്കൂ? നമ്മൾ ക്ലിയർ ചെയ്തേ ഇറക്കത്തുള്ളൂ. എത്ര ചോദ്യം? എത്രയാ? 45. ഈ ഭാഗത്തൊക്കെ കുറച്ച് വർക്ക് ചെയ്യാണ്ട്. വണ്ടി കാണാൻ പൊടി പിടിച്ച് കിടക്കുന്നു എന്നുള്ളതിലാണ്, അല്ലാതെ നോക്കിയാൽ വേറെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. 45,000 അല്ലേ? അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. 45,000 രൂപയുള്ള വണ്ടികൾ കിടപ്പുണ്ടായിരുന്നു. പക്ഷേ ആ വണ്ടി ഞാൻ വെറുതെ ഒന്ന് കാണിച്ചതേ ഉള്ളൂ, കാരണം ബാക്കി വണ്ടികളെ കാണിച്ചിട്ട് ഇനി ചെറുത് കാണിച്ചില്ല എന്നൊരു തോന്നൽ വേണ്ട, ഇവിടെ കിടക്കുന്നു എന്നുള്ളതുകൊണ്ട് കാണിച്ചതേ ഉള്ളൂ. അല്ലാത്ത പക്ഷം ഓടി വരെയുള്ളവരെ എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് എടുക്കാവുന്ന മനോഹരമായ ഒരു വീഡിയോ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നല്ല വണ്ടികൾ, അതർ സ്റ്റേറ്റ് വണ്ടി വേണമെങ്കിലും തരാം, അതും കിടപ്പുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾ കിടക്കുന്ന നല്ലൊരു ഷോപ്പാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിച്ചാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.